നല്ല വിജയിച്ച പടങ്ങൾ പോലും ആദ്യം ആളില്ലായിരുന്നു. പിന്നീട് ആൾ കയറി പടം വിജയിച്ച സിനിമകളുണ്ട്. അപ്പോൾ നമ്മളെ പോലുള്ള പ്രൊഡ്യൂസർമാർ വാ നോക്കികളാണ്. അവർ നമ്മളെ പൈസ നമ്മൾ തന്നെ മുടക്കി അവരെ വെച്ച് സിനിമ എടുക്കുന്നു. അവർ നമ്മളെ പൈസ കൊടുത്ത് വലിയ സൂപ്പർ സ്റ്റാറും എല്ലാവരും. അപ്പോൾ അവർ നമ്മളെ തന്നെ തള്ളിയിട്ട് അവർ തന്നെ, എന്നിട്ടും ഈ ജനങ്ങൾ തിയേറ്ററിലോട്ട് വരാൻ വേണ്ടി മടിക്കുന്നു. അത് തന്നെ, അതാണ് ഞാനവിടെ ഇരുന്ന് കണ്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞത്. കണ്ടുകൊണ്ടിരിക്കാം, പക്ഷേ എന്തുകൊണ്ട് அடிப்படைலாம் நல்லா இருக்குது. இல்லை, மலையாளத்தில் சில நல்ல கதையெல்லாம் வருது. அதனால் மலையாள படம் பார்க்கறதுக்காக வருவோம். ஆமாம், பார்த்தேன் நான். இப்போவும் கூட்டம் இல்லை. என்னை பொறுத்த வரைக்கும் நல்லா இருக்குது படம். குடும்ப ஸ்டோரி நல்லா இருக்குது படம். எப்படி சொல்கிறதுன்னு எனக்கு தெரியல. பெட்டராக இருக்குது, பட் ஒருத்தானு எனக்கு தெரியல. கொஞ்சம் பேர் தான் இருக்காங்க, ரொம்ப இல்லை. പടം തെറ്റില്ല, നവാസ് നന്നായിരിക്കും. ഓഡിയൻസിന് ഒരു ഫാമിലി സബ്ജക്റ്റ് അന്നേരം ഓടും. ആളില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമയാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ടും ഈ ജനങ്ങൾ തിയേറ്ററിലോട്ട് വരാൻ വേണ്ടി മടിക്കുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇപ്പോഴും പുതിയൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ഈ ആർട്ടിസ്റ്റ് തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് വരുന്ന കാര്യം. അപ്പോൾ നമ്മളെ പോലുള്ള പ്രൊഡ്യൂസർമാർ വാ നോക്കികളാണ്. നമ്മളൊക്കെ ബിസിനസ് വരായിട്ട് നിൽക്കുന്നത്. അവർ നമ്മളെ പൈസ നമ്മൾ തന്നെ മുടക്കി അവരെ വെച്ച് സിനിമ എടുക്കുന്നു. അവർ നമ്മളെ പൈസ കൊടുത്ത് വലിയ സൂപ്പർ സ്റ്റാറും എല്ലാവരും. അപ്പോൾ അവർ നമ്മളെ തന്നെ തള്ളിയിട്ട് അവർ തന്നെ പിന്നെ ഒരു സ്വന്തം കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് അവർ വലിയ സിനിമ ഇൻഡസ്ട്രീസ് പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനോട് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ പുതിയൊരു തീരുമാനം പ്രൊഡ്യൂസേഴ്സ് എടുത്തിരിക്കുന്നു. നല്ലൊരു തീരുമാനം, ബെസ്റ്റ്. അവരെ പാട്ട് നോക്കി അവർ പുതിയൊരു കമ്പനി തുടങ്ങുകയാണ്. അവർ തന്നെ അഭിനയിച്ചിട്ട് നമ്മളെ വേറെ ആൾ പ്രൊഡ്യൂസർ അവരെ പൈസ കൊടുത്ത് അവർ അഭിനയിക്കുന്നു. ഇവർ അതിൽ കൂടി സൂപ്പർ സ്റ്റാർ ആകുന്നു. അവർ സ്വന്തമായിട്ടൊരു കമ്പനി ഫോം ചെയ്യുന്നു. അവർ പടങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വരുന്നില്ല. എന്നു വെച്ചാൽ ഈ പ്രൊഡ്യൂസേഴ്സിന് വളരെയധികം നഷ്ടം ഉണ്ടാവുകയല്ലേ. പിന്നെ അതിനോട് നമ്മൾ 100% യോജിക്കുകയല്ലേ. നല്ലൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നല്ലൊരു തീരുമാനം. ഒരു മാറ്റം ഉണ്ടാവണം ഈ സിനിമാ മേഖലയ്ക്ക്. നല്ലൊരു മാറ്റം ഉണ്ടാവണം. കാലോചിതമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ, അതിലുപരി കേരളത്തിൽ സിനിമാ മേഖലയിൽ നല്ലൊരു മാറ്റം ഉണ്ടായാൽ മാത്രമേ ഈ സിനിമ ഇൻഡസ്ട്രീസ് വളരെ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും മാറും. അല്ല, പടം കൊള്ളാം. സമൂഹത്തെ നടക്കുന്ന ദുരാചാരങ്ങളെ പുറത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഡയലോഗുകളും അഭിനേതാക്കളും നല്ല രീതിയിൽ നീതി പുലർത്തുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കാം, പക്ഷേ എന്തുകൊണ്ട് കളക്ഷൻ ഉണ്ടാവേണ്ട ഒരു പടമാണ്. ഇത്തരത്തിലുള്ള പടങ്ങൾ സമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് നൽകുന്നത്. അത് തന്നെ, അതാണ് ഞാനവിടെ ഇരുന്ന് കണ്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞത്. ഇടക്കാലങ്ങളിൽ ഞാനും ഈ സിനിമ ഇടയ്ക്ക് കാണാറില്ല, പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള പടങ്ങൾ പൊതുരംഗത്ത് വരേണ്ടതാണ്. സിനിമാ ലോകത്തിൽ ഈ അറിവ്, കാരണം ജനങ്ങളെ പലതിലും പെട്ട് കിടക്കുകയാണ്. അതിനെ വിളിച്ച് പറഞ്ഞ് ഒരു നേരായ മാർഗം, ഇങ്ങനെയല്ല ജീവിതം എന്ന് പറയുന്നത്, പച്ചയായ ജീവിതം എന്ന് പറയുന്നത് വേറെയാണ്, അത് സത്യം അടങ്ങുന്ന ഒന്നാണ്. അല്ലാതെ ജൽപ്പനങ്ങളുടെ പുറകെ പോകരുത് എന്നുള്ള ഒരു മെസ്സേജ് അതിൽ കൊടുക്കുന്നുണ്ട്. മന്ത്രവാദമായാലും അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും അത് മാറണം. കാരണം ഇത്തരത്തിലുള്ള പടങ്ങൾ മാത്രമേ ഇനി പൊതുസമൂഹത്തെ രക്ഷപ്പെടുത്തി നല്ല മോറൽ ബിഹേവിയർ ജനങ്ങളിൽ നിന്ന്, നമ്മുടെ മൊറാലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പടങ്ങൾ കാണണം. നമ്മളെപ്പോലെ ഉള്ളവരല്ല, യുവാക്കൾ കാണണം. അപ്പോൾ ഈ ചീത്ത ചിന്തകൾ സമൂഹത്തിൽ നിന്ന് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല പടം, നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാം. ത്രെഡുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലഹരിക്കെതിരെ ഒരു മെസ്സേജ് ഉണ്ട് അതിൽ. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പെട്ടെന്ന് പണക്കാരാകാൻ ഉള്ള ആഗ്രഹത്തിനെതിരാണിത്. പ്രയത്നിക്കുക, അതിലൂടെ ജീവിക്കുക, ആ മെസ്സേജാണ് ഇത് കൊടുക്കുന്നത്. നല്ല സിനിമയാണ്, കുടുംബകഥയാണ്. നവാസ് മലയാള സിനിമയിൽ തന്നെ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് ഭയങ്കരമായ വിജയമല്ലേ. അത് വളരെ ശരിക്കും ഒരു ഒറിജിനാലിറ്റിയുള്ള സിനിമയാണ്. അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല. കഥയൊക്കെ ഈ നാട്ടിൽ പഴയ കാലഘട്ടങ്ങളിൽ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ കഥയുടെ ഒരു ഭാഗമായി ബന്ധപ്പെട്ടുള്ള മലയാള സിനിമയാണ്. അതൊരു അവാർഡ് തന്നെ വരാൻ സാധ്യതയുള്ള ഒരു സിനിമയെന്നാണ് കണ്ടുകൊണ്ട് തോന്നുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ എന്നാലും എനിക്കത് കുഴപ്പമില്ല. കുടുംബ ഫാമിലി സിനിമയാണ്. അത് ആദ്യത്തെ സിനിമകളിൽ പല ഏതെല്ലാം നല്ല വിജയിച്ച പടങ്ങൾ പോലും ആദ്യം ആളില്ലായിരുന്നു. പിന്നീട് ആൾ കയറി പടം വിജയിച്ച സിനിമകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ. ആ ബഡ്ജറ്റിനകത്ത് ഇരിക്കുന്ന സാധാരണ രീതിയിലുള്ള ഒരു കുടുംബ പടം പഴയ കാലഘട്ടത്തിൽ കേരളത്തിൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. മലബാറിൽ പല സ്ഥലങ്ങളിലും പഴയ കാലത്തിനുണ്ട്. ഇങ്ങനെ തിരുവാങ്കൂറിലൊക്കെ അതിൻ്റെ രീതിയിലാണ് ആ പടം എടുത്തിരിക്കുന്നത്. പടം കുഴപ്പമൊന്നുമില്ല. പടം നല്ല സിനിമയാണ്. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പടമാണ്. കണ്ണു നിറങ്ങി തന്നെ വരും സാധാരണ ആ സിനിമ. അതായത് കുടുംബ സിനിമ തന്നെ, നല്ലൊരു കുടുംബ ചിത്രം.